ഇവിടെ ഞാൻ കുറച്ച് വേർഡ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി സെന്റൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. എങ്കിലും നമുക്ക് ഈ വേർഡ്സുകളുടെ മീനിങ് പഠിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സെന്റൻസ് കാണണമെങ്കിൽ ഞാൻ താഴെ വീഡിയോ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണാം കേട്ടോ. അപ്പൊ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? അഴിച്ചു മാറ്റുക അല്ലെങ്കിൽ നീക്കി വെക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളിപ്പോ ചെരുപ്പ് അഴിച്ചു വെക്കുക, ഡ്രസ്സ് അഴിച്ചു വെക്കുക, ഇതിനൊക്കെ നമ്മൾ ടേക്ക് ഓഫ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. ധരിക്കുക. ഓൺ ആക്കുക എന്നും പറയാറുണ്ട് കേട്ടോ. ഓൺ ചെയ്യുക, ഇപ്പം സ്വിച്ച് ഓൺ ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ പുട്ട് ഓൺ എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇനി ടേക്ക് അവേ. ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുക, എടുത്തു മാറ്റുക. കൊണ്ടുപോവുക, എടുത്തു മാറ്റുക, ടേക്ക് അവേ. ഇനി ടേക്ക് അവേ. ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സാധനം നമ്മൾ പാർസലായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പാർസൽ കൊണ്ടുപോകുന്നതിന്. ഇനി ഐ എം സ്റ്റക്ക്, ഇടുങ്ങി പോയി, പെട്ടുപോയി. ഐ എം ഇൻ ട്രബിൾ, ഇതേ മീനിങ് തന്നെയാണ് കേട്ടോ. കാൺട് ഫൈൻഡ്, കാണുന്നില്ല, ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കാൺട് ഫൈൻഡ് യൂസ് ചെയ്യും. ഇറ്റ് സീംസ്, തോന്നുന്നു, അതായത് നമുക്ക് ഒരാളെ കുറിച്ചിട്ട് ഒരു സംഭവം നമ്മുടെ തോന്നലാണ്, ഒരു ഡൗട്ട് തോന്നുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇറ്റ് സീംസ് എന്ന് യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് ആണ്, ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ആണ്. ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും വേർഡ്സിന്റെ യഥാർത്ഥ മീനിങ്ങുകളാണ്. ഇത് യൂസ് ചെയ്ത് ഡെയിലി ലൈഫിലുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരു വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.